beautiful souls, welcome back to my channel, and I'm so happy and excited to be here with another tarot reading. I hope all my friends are safe and doing awesome today. So ഇത് completely ഒരു love reading ആണ്. Okay, നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആളാണോ, നിങ്ങളുടെ എക്സ് ആണോ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ള ആളാണോ, പുതിയ ആളാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാനിവിടെ 3 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 കാർഡ്സിൽ നിങ്ങൾക്ക് ഓരോ മെസ്സേജും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. എഗെയിൻ ഇതൊരു ജനറിക് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ എല്ലാവരുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് സിറ്റുവേഷൻ. ഓൾറൈറ്റ്, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ സെലക്ട് 1 card, then we will start. Alright, let's start with number 1. So ഈ വൈറ്റ് കളർ കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർ ആദ്യം നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. ഓക്കെ, വി ലോസ്റ്റ് സംവെയർ ഇൻ അവർ പാസ്റ്റ് ജേർണി. ഐ ഫീൽ ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു. ഐ വോണ്ട് ഫീൽ ഹോം അഗൈൻ, കമ്മിങ് ബാക്ക് ടു യു. നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ എവിടെയോ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമായി. നിങ്ങളുടെ ഒരു മിസ്സിങ്സ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം ആഗ്രഹമുണ്ട്. കമ്മിങ് ബാക്ക് ടു യുവർ ഹോം. അവർക്ക് നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു ഹോം ഫീലിങ്സ് എഗെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്ക്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആൾക്കാരായിരിക്കും, പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. ഓക്കെ, ഒരു സോൾ മെസ്സേജ് ആണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾ പാസ്റ്റിൽ പരിചയമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിരിക്കാം. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന്. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? പാസ്റ്റ് എന്നുള്ള ആളാണോ, ന്യൂ പേഴ്സൺ ആണോ? ലെറ്റ്സ് ആസ്ക് ഹൂ ഈസ് കമ്മിങ്. നമ്പർ 1, ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു. ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? പാസ്റ്റ് എന്നുള്ള ആളാണോ, പുതിയ ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്ന ആളാണോ? ലെറ്റ്സ് ആസ്ക്. Something is coming very fast. Okay, സഡൻ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സംബഡി ഈസ് നോട്ട് ഏബിൾ ടു ലെറ്റ് ഗോ ഓഫ് യു. ആർക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ പറ്റുന്നില്ല. ഓൾ നിങ്ങൾക്കായിരിക്കും. ഓക്കെ, സംതിങ് ഈസ് കമ്മിങ് വെരി ഫാസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും സഡൻ ആയിട്ട് വരുന്നുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പാസ്റ്റ്, എസ്പെഷ്യലി പാസ്റ്റ് എന്നുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. റീയൂണിയൻ. Alright, so definitely somebody from the past. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. മേ ബി നിങ്ങൾ പാസ്റ്റ് ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒരുമിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒരുമിച്ചിട്ട് വർക്ക് ചെയ്ത് ചെറുപ്പകാലം മുതലേ അറിയുന്ന ആൾക്കാരായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് പാസ്റ്റ് ലൈഫ് എന്നുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ആ ഒരു സഡൻ ചേഞ്ച്, ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഡൻ ആയിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഡെഫിനറ്റ്ലി പാസ്റ്റ് എന്നുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന നിങ്ങളുടെ എക്സ് ആയിരിക്കാം. മേ ബി നിങ്ങളൊരു തേർഡ് പാർട്ടിയിലൊക്കെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പം മേ ബി അവർ നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഒരു ആളും കൂടെ ഉണ്ടായിരിക്കും, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഗ്യാപ്പ് വന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇതൊരു പാസ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എക്സ് ആയി പോയത്. ഓക്കെ,
അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ വരുന്ന ആള് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പം വരാൻ പോകുന്നത് ഫ്യൂച്ചറിൽ, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആളാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആളില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ള പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് വിട്ട് കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സഡൻ ആയിട്ട്, ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ, നിങ്ങൾ കോൺവെർസേഷന് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സിന് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ആളിന് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഡൻ ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആള്, ഓക്കെ, ഇതൊരു ബ്ലെസ്സിങ് പോലെ വരുന്നതാണ്. റീയൂണിയൻ. ഓക്കെ, റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പാസ്റ്റിൽ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് പാസ്റ്റിൽ അറിയുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണ്. ഈ കോൺവെർസേഷൻ ഇനി നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഒരു മാരേജിലേക്ക് എത്തും, ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക്, ആ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഫാമിലി ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഫാമിലി ആവാനോ നിങ്ങൾ അവിടെ വൈഫ് ആവാനോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാനോ എന്നൊക്കെ ഉള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഭയങ്കര സ്നേഹമായിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഉണ്ട്, ഒരുപാട് പാഷൻ അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ ഒക്കെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട്. കാരണം നിങ്ങളുടെ നേച്ചർ അങ്ങനെയാണ്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിച്ചത്, ഈ വ്യക്തി എന്താണോ ആഗ്രഹിച്ചത്, അതാണ് നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നേച്ചറും നിങ്ങൾക്കുള്ള ആ ഒരു കെയറിങ് ആൻഡ് ലവിങ് നേച്ചറൊക്കെയാണ് അവർക്ക് ഒരുപാട് അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. ഇനി എന്താണ്, വേറെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്കുള്ളത് നമുക്ക് നോക്കാം. Number 1, is there any other message? Is there any other message? മേ ബി നിങ്ങൾ 2 റിലീജിയനിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, 2 മതത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം. അതൊക്കെ ആയിരിക്കാം ചിലപ്പം. അല്ലെങ്കിൽ അവർ ലീഗലി അല്ലെങ്കിൽ നിങ്ങൾ ലീഗലി വേറെ റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്ക് ആവാനുള്ള കാരണം. മേ ബി അവർ ഓൾറെഡി മാരീഡ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുണ്ടാവും, അവർക്ക് വേറെ ഫാമിലി ആയിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവുക. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടാവും സിറ്റുവേഷനിൽ. ഈ ഒരു സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പുറത്ത് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഓക്കെ, അവരതിനുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. ഇപ്പം അവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, സെപ്പറേഷനിന് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അവരൊരു ഫൈനൽ ഡിസിഷനിലേക്ക് വരും. അവർക്ക് ഒരുമിച്ച് ഇപ്പം അവർ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു തേർഡ് പാർട്ടി റീയൂണിയനിലേക്കാണ് കാണിക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ വരുന്ന വ്യക്തി നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്, നിങ്ങൾ തമ്മിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ എവിടെയോ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആബ്സെൻസിൽ അവർ ആ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവും. സോ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഈസി ആയിരിക്കില്ല. ഓക്കെ, കോൺവെർസേഷൻ ഉണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, ഇമോഷണലി നിങ്ങൾ ഒരുപാട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ഫൈനലി നിങ്ങൾ ആ ഒരു റീയൂണിയനിലേക്കാണ് വരുന്നത്. നിങ്ങൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ആവും. മേ ബി അവർക്കൊരു പ്ലാൻ ഉണ്ടാവും, നിങ്ങൾ സീക്രട്ട് ആയിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് വെക്കാന്നൊരു പ്ലാൻ അവർക്ക് ഉണ്ടാവാം. അവരുടെ ലൈഫിൽ ഓൾറെഡി വേറെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സീക്രട്ട് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ബട്ട് ഇറ്റ്സ് ഓൾ അപ് ടു യു. എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ചില ആൾക്കാർക്ക് അവർ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പം ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടാവും. നമ്പർ 1 സെലക്ട് ചെയ്ത ചില ആൾക്കാർക്ക് നിങ്ങൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകും. ഓക്കെ, ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഫാമിലി ആവാനും ഒരു കുടുംബം ആവാനും കുട്ടികളൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. റീസെന്റ് ആയിട്ട് ഇപ്പം നിങ്ങളെ കോൺവെർസേഷനിലേക്ക് പോകുമ്പം അത് പെട്ടെന്ന് തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മാരേജ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനൊക്കെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷെ സൂക്ഷിക്കുക, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ തേർഡ് പാർട്ടീനെ കട്ട് ചെയ്തിട്ട് നിങ്ങളായിട്ടുള്ള ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് ടു നമ്പർ 2. സോ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഫ്രം യുവർ പേഴ്സൺസ് സോൾ. ഓക്കെ, ഡോണ്ട് ഫീൽ ദാറ്റ് ഐ ലെഫ്റ്റ് യു ഇൻ ദ ഡാർക്ക്. ഐ ഹാവ് ടു ഡീൽ വിത്ത് അനദർ സിറ്റുവേഷൻ നൗ. what I mean to do now. ഓക്കെ, സോ അവർക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ അങ്ങനെ ഒഴിവാക്കിയെന്ന് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഡാർക്കിൽ കൊണ്ടിട്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അവരെന്തെങ്കിലും നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വേറെ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ വേറെ സിറ്റുവേഷനായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ അവർക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ അവരിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, മേ ബി അവർ സഡൻ ആയിട്ട് നിങ്ങളെ ഗോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മീൻസ് സഡൻ ആയിട്ട് നിങ്ങളടുത്ത് ഒരു അവരായിട്ട് തന്നെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അവർ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, അവരെന്തെങ്കിലും റീസൺ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു കാര്യം ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് who is coming towards you? Who is coming towards you? ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. Who is coming towards you? It's a new person or anybody from past, ex, love life. Who is coming towards you? Who is coming towards you? Who is coming towards you? Towards you. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പാസ്റ്റ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, എൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും എൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ടാവും. കറന്റ്ലി അത് എൻഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടാവും, പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും അത് നിങ്ങൾ ഒരുപാട് വിഷമത്തിലേക്ക് ആക്കുന്നുണ്ടാവും. അങ്ങനത്തെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആവാനും സാധ്യതയുണ്ട്. ബ്രേക്കപ്പ് ആവും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. ഓക്കെ, മേ ബി അവർ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു ആബ്സെൻസിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ വ്യക്തിനെ അവരറിയാണ്ട് ചിലപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ തന്നെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് നഷ്ടമാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല. നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ അറിയാണ്ട് എന്താ പറയാ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്, അവരുടെ കാര്യം എന്താന്നൊക്കെ അറിയാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. എൻഡാവുക, സ്റ്റാർട്ട് ചെയ്യുക, എൻഡാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഈവൻ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾ അത്ര ഹാപ്പി അല്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും മൂവ് ചെയ്യുന്നില്ല. അതാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതാണ് നിങ്ങളൊരു സിറ്റുവേഷൻ എന്ന് കാണിക്കുന്നത്. Who is coming towards you? Number 2, who is coming towards you?
സോ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള പോലെയാണ് കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരില്ല. ഓക്കെ, കാരണം അവർക്ക് ലൈഫിൽ വേറെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. പക്ഷെ അവരായിട്ട് തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് ബ്രേക്കപ്പ് ആയിട്ടുന്ന അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആക്കുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, ബ്രേക്കപ്പ് ആവും, വീണ്ടും വരും, അങ്ങനെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പം ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ കോൺവെർസേഷൻ ഒന്നും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലല്ല പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ വ്യക്തി തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. ഓക്കെ, കാരണം അവർക്ക് വേറെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ പോകുമ്പം നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പോകുന്നത്. ഓക്കെ, ഈവൻ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താക്കിയൊക്കെ വേണ്ടെന്ന് വെച്ച് പോകാനെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട്. അവർ എന്താണ് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു പഴയ സ്റ്റേജിലേക്ക് തന്നെ പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ പോയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ലവ് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നിങ്ങൾ മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ബ്രേക്കപ്പ് നിങ്ങൾ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ അത് നിങ്ങൾ ഒരു കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സിറ്റുവേഷൻ ഇത് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. അത് നിങ്ങളുടെ ലൈഫിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലാവുന്നത് ഈ ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം എന്നാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യണം. മേ ബി നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് ആഗ്രഹിച്ച ആൾക്കാരായിരിക്കും. ലൈഫിലേക്ക് വരുന്നത് എന്തായാലും ഒരു പുതിയ ആളാണോ, കാരണം നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മീറ്റ് ചെയ്താലും നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ മേ ബി യാത്രയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും. നിങ്ങൾ ഒത്തിരി പാഷൻ നിങ്ങളോട് ഒരുപാട് അഡ്മയർ ഒക്കെ തോന്നുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. മേ ബി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ലോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് പുതിയ ആളാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആ റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ എക്സ് അല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. കാരണം ഇവര് ലൈഫിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എങ്ങനെയാണ്, എന്താ പറയുക, ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നില്ല. നിങ്ങളായിട്ടുള്ള എക്സ് ആയിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ചെയ്യണം. കാരണം നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്ക് നിങ്ങൾക്ക് അവരെന്നോ എന്താ ചെയ്യുന്നത്, എന്താ കാര്യം എന്നൊക്കെ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഇടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ട് അല്ലെ. അതൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക, ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാം. ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, പെറ്റ്സിന് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, ട്രാവൽ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, ഒത്തിരി റൊമാൻറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഫാമിലി ടൈപ്പ് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ആളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ്സ് മൂവ് ടു നമ്പർ 3 നൗ. കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺസ് എന്നുള്ള ഒരു സോൾ മെസ്സേജ് എന്താ നോക്കാം. മൈ ഡിയർ, യു ആർ ഡീലിംഗ് വിത്ത് എ റോങ് പേഴ്സൺ. Listen, I'm your soulmate. I'm coming for you. I am new. ഓക്കെ, സോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി റോങ് ആയിട്ടുള്ള, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആളല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ആളല്ല. ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, പുതിയ ആളാണ് എന്നാണ് പറയുന്നത്. എന്താ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കമ്മിങ് ടുവേർഡ്സ് യു. നമ്പർ 3. നമ്പർ 3, who is coming towards you? ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? നമ്പർ 3, who is coming towards you? ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? Who is coming towards you? നിങ്ങളിപ്പോൾ കറൻ്റ്ലി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് അഡിക്ഷൻ ഒക്കെ തോന്നുന്ന, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, എത്ര എഫേർട്ട് എടുത്തിട്ടും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന പോലെ ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന പോലെ ഉണ്ടാവും. സോ ഒരു നിങ്ങൾ ഡീൽ ചെയ്യുന്നത് റോങ് പേഴ്സണാണ്. ഓക്കെ, ഡീൽ ചെയ്യുന്ന റോങ് പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണമെന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളുണ്ടാവും. അതിന്ന് നിങ്ങൾ സ്റ്റക്കായിട്ടുള്ള പോലെ, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഡിക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇമോഷണലി മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളൊരുപാട് ഒരുപാട് അവരുടെ കുറെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ എന്തൊക്കെ എഫേർട്ട് എടുത്താലും അതൊന്നും എവിടെയും കാണുന്നുണ്ടാവില്ല. Who's coming towards you? Number 3, who's coming towards you? Soulmate. Number 3, I really love this reading. Okay, സോ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഡീൽ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് പേഴ്സൺ, നോട്ട് റൈറ്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇറ്റ്സ് നോട്ട് റൈറ്റ് ഫോർ യു. ഓക്കെ, നിങ്ങൾ സോൾമേറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, മേ ബി നിങ്ങൾ റോങ് ആയിട്ടുള്ള പേഴ്സണെ ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. സ്ലോലി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എന്നാലും ആ ഒരു എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്യുക. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന, നിങ്ങൾ ഒരുപാട് റൂൾ ചെയ്യുന്ന, ഒരുപാട് അഡിക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെയാണെന്ന് നിങ്ങളെ അടിച്ച് ഏൽപ്പിക്കുന്ന കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. ആ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ അഡിക്ഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളടുത്ത് ഒരുപാട് മിസ്ബിഹേവ് ചെയ്യുന്ന വ്യക്തിയൊക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിരുന്നു, പക്ഷേ ആ ഒരു സ്ലോ മൂവ്മെന്റ് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് വരുന്നത്? നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്? You are dealing with the wrong person. Listen, I am your soulmate. See here, your soulmate is coming to your life. ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. മേ ബി ആ വ്യക്തി ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, കാരണം നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു റൈറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹം കൊണ്ട് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് ആൾക്കാർ മേ ബി നിങ്ങളെ സ്നേഹം യൂസ് ചെയ്തിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ സ്നേഹിച്ച ആൾക്കാരെ തന്നെ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ നമ്പർ 3, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. മേ ബി ഒരു റൈറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഈ വ്യക്തിനെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ തന്നെ ആയിരിക്കും നിങ്ങൾ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം പക്ഷെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ റോങ് ആയിട്ടുള്ള ആളെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നിങ്ങൾ റോങ് ആയിട്ടുള്ള ആളെ ഇപ്പം നിങ്ങൾ കറൻ്റ്ലി ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വർത്ത് ഒന്നും മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ ആയിരിക്കും മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്ലോലി മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. ആ ഒരു ചേഞ്ച് മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു, ആ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾ ചിലപ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കൂട്ടുകെട്ടൊക്കെ നിങ്ങളെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ വ്യക്തി മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഇപ്പം ഇങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാവണം എന്നുള്ളതോ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു
കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്നുള്ളത് നിങ്ങളെ ഒരു കാർമിക് റിലേഷൻഷിപ്പ് പോലെയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊരു കർമ്മയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ, കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തരാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ വാല്യൂ, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നിങ്ങൾ ഈ ആളുടെ മുന്നിലൊക്കെ നിങ്ങൾ ഒന്നും ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ ഈ ഒരു മാറ്റം, ഈ ഒരു സ്ലോ ചേഞ്ചസ് വരുന്നുണ്ട്. അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ആ ഒരു റൈറ്റ് പേഴ്സണിലേക്കാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെയിൻ, വേദന അല്ലെങ്കിൽ ആ ഒരു സംശയമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾ വർത്ത് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് പാത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ്, ഫിയർ ഒക്കെ ഉണ്ടാവും, പേടി, ഭയമൊക്കെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആണ് വരുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു സോൾമേറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ ഉള്ള കാര്യം. അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്യണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും. മേ ബി നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരായിരിക്കും. കറന്റ് നിങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന വ്യക്തി റൈറ്റ് പേഴ്സൺ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. പറഞ്ഞ് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഒരുപാട് എന്താ പറയുക, എഫേർട്ട് എടുക്കേണ്ടി വരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഓൾറൈറ്റ്, സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ യുവർ ഫീഡ്ബാക്ക്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.